ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ചെറിയൊരു ഫാമിലീനെ പരിചയപ്പെടുത്തി തരട്ടെ. അപ്പോൾ ആ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ചെറിയ അനിയനെ പിന്നെ മറ്റേ വലിയ അനിയനെ പിന്നെ എൻ്റെ അമ്മ ഇട്ടാ പിന്നെ എൻ്റെ അമ്മ ഇരുന്ന് ഊനാല കിട്ടണ എവിടെ വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു വലിയ കൂരുണ്ട് കേട്ടോ. അവിടെ പണിക്കാർ കിട്ടിയ ഊനാല കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ആടിയപ്പോൾ അമ്മക്ക് അറിയില്ല. അപ്പോൾ അമ്മ ഇരുന്ന് ഇങ്ങനെ ആടിയപ്പോൾ എൻ്റെ വലിയ അനിയന് ഫോട്ടോഗ്രാഫറും ഫോട്ടോ എടുത്ത് കൊടുക്കട്ടെ അമ്മക്ക്. ഞാൻ വീഡിയോ എടുക്കാണ്ട് അപ്പം അമ്മ വേഗം തല തിരിച്ചിട്ടാ. പിന്നെ ഇത് എൻ്റെ ചെറിയ അനിയനിട്ട് അവനായിട്ട് പണ്ട് ഡോക്ടറെ അടുത്ത് പോയപ്പെടുത്തിയിരുന്ന ഒരു വീഡിയോ എന്നിട്ടത് ഓന് ടി വി കണ്ടിട്ട് ഇരിക്കട്ടെ അതാ അന്തം വിട്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വലിയ അനിയന് മറ്റേ എൻ്റെ ചിന്നപ്പൂച്ചല്ല മിന്നിപ്പൂച്ചട്ടാ. ഈ പൂച്ചൻ്റെ അടാറ് വിറ്റാട്ടോ. ഞാൻ ഈ പൂച്ചൻ്റെ ഒരു വീഡിയോ ഇട്ടതിൻ്റെ ശേഷം പൂച്ചനെ കാണാൻ കേട്ടാ. ആര് കൊണ്ടുപോയതാണോ ചത്തതാണ് എന്താ ഇതൊന്നും ഇല്ലട്ടാ. തിരഞ്ഞിട്ടൊന്നും കണ്ടില്ല കേട്ടാ. ഒരു അഡ്രസ്സില്ല കേട്ടോ. അപ്പോൾ ഈ പൂച്ചനെ പറ്റിയിട്ട് ജീവിച്ചിരിപ്പുണ്ടല്ലോ ഒന്നും അറിയില്ല കേട്ടോ. പിന്നെ ഇപ്പം ഈ പിച്ച് പൊളിച്ച് നോക്കണം എന്താ വെച്ചാൽ ഇതിൻ്റെ മേത്തുണ്ടായാലും നമ്മളെ കോഴിൻ്റെ ഒക്കെ മേത്തുള്ളതൊരു ചെറുതല്ല ആ ഒരു സാധനം ഉണ്ട് പറഞ്ഞിട്ട് അതിനെ തപ്പി തിരഞ്ഞെടുക്കുന്ന കേട്ടോ. പിന്നെ ഓന കണ്ണാടി നോക്കി കൊഞ്ചൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അതേമാതിരി രസമുള്ള വീഡിയോ അങ്ങനെ ഓരോ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ വീഡിയോ എടുത്തൊക്കെ ഇട്ടാ. ആ വീഡിയോ ഒന്നായിട്ടാട്ടോ ഈ വീഡിയോ ആക്കിയിരിക്കണത്. പിന്നെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോൾ ഇതുപോലെ സ്നേഹമാണ് പെങ്ങളൊക്കെ അല്ലേ. സ്നേഹത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. പക്ഷെ നേരിട്ട് കണ്ടാൽ കീരും പാമ്പേക്കാരട്ടാ. അവരൊക്കെ എങ്ങനെ വെച്ചാൽ എൻ്റെ കല്യാണത്തിന് മുന്നേ പറയുന്നത് വേഗം കല്യാണം കഴിച്ച് പോയാൽ മതിയെന്ന്, കല്യാണം ഒന്നും വേണ്ട അളിയെ വേഗം കൊണ്ടുപോയാൽ മതിയെന്ന് എന്നിട്ടാ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓൾക്കൊക്കെ ഭയങ്കര സങ്കടത്തിൽ ഞാൻ അങ്ങോട്ട് എത്തി ഒരു മാസം ആകുമ്പോൾ വീഡിയോ തുടങ്ങിട്ടാ. ജന വരുന്നു ജപ്പ വരുന്നു രാവിലെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ തുടങ്ങും. അവിടെ എത്തി പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തല്ലുവിടുമ്പോൾ അതേമാതിരി എന്തെങ്കിലുമൊക്കെ വൃത്തി കേട്ടുമ്പോൾ തല്ലുവിടുമ്പോൾ റിച്ച് പൈസ കെട്ടിച്ചെടുത്ത് കയറിയിട്ടാ. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണേലും പിന്നെ വിളിച്ചിരുത്തും. പിന്നെ എനിക്കും അങ്ങനെ തന്നെ കേട്ടോ. അവിടെ അങ്ങോട്ട് പോന്നാൽ ഭയങ്കര സങ്കടമായി കേട്ടാ. പിന്നെ എന്താ അവിടെ സ്ഥലമൊന്നുമില്ല. ഇത് ഞങ്ങൾ എൻ്റെ അപ്പം ഗൾഫ് പോണതിൻ്റെ കുറച്ച് മുന്നേ ഞങ്ങളെല്ലാവരും കൂടെ കരിയാത്തുംപാറ അറിയുന്നു കോഴിക്കോട് അവിടെ പോയത് എന്നിട്ടാ. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ പുതിയാറ് വെച്ചതിന് ശേഷം എല്ലാം എൻജോയ് ചെയ്തൊരു ട്രിപ്പ് അറിയുന്നത് ഇതാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഫാമിലി മാത്രമായിട്ടും എന്താ പറയുക നല്ല എൻജോയ് ചെയ്തിട്ട് അമ്മ ഇപ്പം ആയാലും ഞങ്ങളെല്ലാവരും കൂടി കൂടിയിട്ട് പിന്നെ അടിച്ച് പൊളിച്ചൊരു ദിവസം എന്നിട്ടത്. നമ്മളമ്മമാർക്കും ഉപ്പാർക്കും നമ്മളെ എത്ര വലുതായാലും കുഞ്ഞു കുട്ടികൾ തന്നെ ആവില്ലേ. അങ്ങനെ ഞാനും എൻ്റെ അപ്പം ഈ ചെറിയ കുട്ടികൾ ഇതിലൊക്കെ കയറി കറങ്ങിയിട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടം. ഈ വീഡിയോ എടുക്കുന്ന ആൾക്കൊക്കെ ഇരുന്ന് നോക്കാനായിട്ട് എനിക്ക് പണി. പിന്നെ എനിക്ക് എന്തെങ്കിലും സങ്കടം വരുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടാൽ നോക്കുക. പിന്നെ ഞാനും എൻ്റെ ചെറിയ അനിയനും എല്ലാവരും കൂടി ആടി അങ്ങനെ ഞങ്ങൾ എല്ലാവിധ കളിക്കും എൻ്റെ ഉപ്പാനെ കൊട്ടിട്ടാ. എൻ്റെ ഉപ്പ അന്നൊക്കെ ഞങ്ങളെല്ലാ കാര്യത്തിനും എന്താ പറയുക അങ്ങനെ എന്തെന്ന് പറയാൻ കിട്ടുന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ എല്ലാത്തിനും സപ്പോർട്ടാണ്. ഭയങ്കര ടെൻഷനുള്ള ഒരാളാട്ടോ. എല്ലാവിധ കളിക്കും കിട്ടും. പിന്നെ ഇങ്ങനെ ഇപ്പം ഇടയ്ക്ക് അങ്ങനത്തെ വീഡിയോ ഞങ്ങൾ ഫോട്ടോസുകളൊക്കെ സ്റ്റാറ്റസ് വെക്കണതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറാട്ടോ. കാരണം എൻ്റെ ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ടൈമിലാട്ടോ ഗൾഫിൽ നിന്ന് വന്നത്. ഗൾഫിൽ തന്നെയാണ് അത്രയും കാലം കൂടെ നിന്ന്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമായി. ഇപ്പോഴാട്ടുണ്ട് ഇപ്പോൾ ഗൾഫിൽ പോകണം. അപ്പോൾ അത്രയും കാലം നമ്മൾ അങ്ങനെ പുടിയാറിച്ചതിന് ശേഷം കുറേ ആൾ കൂടെ നിന്നുകൊണ്ടാവും അത്രയ്ക്ക് സങ്കടം. മറ്റേ ചെറിയ കുട്ടിയാണല്ലോ നമുക്ക് അങ്ങനെ പുടിയാറില്ലല്ലോ വന്ന് പോകാമെന്നല്ലാതെ അത്ര വലിയ അടുപ്പുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുറേ ഇങ്ങോട്ട് തന്നപ്പോൾ ഭയങ്കര സങ്കടം ഇപ്പോൾ പോകണം. ഇതിപ്പോൾ പോകണം അന്നത്തെ ഒരു വീഡിയോ എന്നിട്ട് അതിൻ്റെ ചെറിയ അനിയന് ഭയങ്കര സങ്കടം ഇപ്പോൾ പോയതിൽ.